പറഞ്ഞു ഹല്ലേലൂയാ. വിശ്വേ ആരാധന. തിരുസഭയ്ക്ക് എല്ലാ കാലങ്ങളിലും കുറവുകളെ, കാരണം മനുഷ്യരാണല്ലോ ഇത് കൈകാര്യം. വേറെ ദൈവദൂതൻ നേരെ അസുഖമൊന്നുമല്ല വരുന്നത്, ഒന്നുമല്ല. ഇത് കൊണ്ടുവന്ന് മുഴുവൻ മനുഷ്യരാണ്. അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും കുറവുകളും വീഴ്ചകളും പ്രശ്നങ്ങളും തകർച്ച സങ്കടങ്ങളും എല്ലാം വേദനയും കണ്ണുനീരും എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ചരിത്രം പഠിക്കും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. പക്ഷേ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകാതെ ആ സഹന സമയത്ത് സഭയുടെ കൂടെ നിൽക്കുന്ന ഒരു വലിയ ദൈവജനത്തെ കാണും. പ്രസലോഷ്. അതിൻ്റെ കാരണം അവർ സഭയിലേക്ക് വന്നത് വേറെ ആരെയും ലക്ഷ്യമാക്കിയല്ല. അവർ ലക്ഷ്യമാക്കിയത് കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ നിത്യജീവനിൽ എത്തിച്ചേരാൻ വേണ്ടി മാത്രമായിരുന്നു. അവർ സഭയിലേക്ക് വന്നതും സഭയിൽ സ്നേഹിച്ചതും സഭയിൽ മരിച്ചതും. ഹല്ലേലൂയാ. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനാ. അതാണ് ഫിലിപ്പിയ ലേഖനം 3:19-20. ശരിക്കും അത് 18 തൊട്ട് തുടങ്ങണത്, എങ്കിലേ ആ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശബ്ദമായി എടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:19-20 വായിക്കുകയാണ്. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ നിന്നാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ പൗലോസ് പറയും ലക്ഷ്യം നിത്യജീവനാണ്, പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് അത് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ സഭയിൽ നിൽക്കുന്നത്. വേറൊന്നുമില്ല. ഈശോ മിശിഹായുടെ തിരുസഭയിലെ അംഗങ്ങളാകുന്ന മക്കൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ ലക്ഷ്യം വേറൊന്നും പാടില്ല, ഒറ്റേ ഒരു ലക്ഷ്യമേ പാടുള്ളൂ. ഇതിൻ്റെ നടുവിൽ നിൽക്കുന്നത് അച്ഛന്മാരോ മെത്രാന്മാരോ ഞങ്ങളോ ആരുമല്ല, ഒരു ജ്ഞാനഗുരുവല്ല നിൽക്കുന്നത്. ഒരേ ഒരാളാണ് നിൽക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവാണ് സഭയുടെ നടുവിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി. കൈയടിച്ച് ഒറ്റ വിളി വിളിച്ച് ഈശോയെന്ന് വിളിച്ച് കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിച്ച് ഒറ്റ കൊടുക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറയും. ഉച്ചത്തിൽ കൈയടിക്കും, നന്നായിട്ട് കൈയടിക്കും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് പറയുന്നുണ്ട് കൊരിന്ഥോസ് ലേഖനത്തിലെ 1 കൊരിന്ഥോസിൻ്റെ 15-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ ജ്ഞാനത്തിലൂടെ അഭിഷേകത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു വചനമുണ്ട്. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 29 മുതൽ വചനം വായിക്കാൻ പോവുക. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? ഈ ജ്ഞാനസ്നാനം എന്നത് നിർബന്ധ ബുദ്ധിയോടെ ചെയ്തിരുന്ന അപ്പോസ്തലന്മാർ കേട്ടോ, വളരെ നിർബന്ധം. പരിശുദ്ധ ഈശോയെ ഞാനെപ്പോഴും പറഞ്ഞു, 1-ാം സാക്ഷി പറയുന്നത് കേട്ടിട്ട് മതിയില്ലേ 2-ാമത്തെ സാക്ഷി, 2-ാം സാക്ഷി 3-ാം സാക്ഷി കുഴപ്പം, 4. പക്ഷേ 1500-ാമത്തെ സാക്ഷി കേട്ട് 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 അങ്ങേയറ്റത്ത് വരുന്ന സാക്ഷി പറയുന്നത് കേൾക്കണോ, ആദ്യം തൊട്ടവനും കണ്ടവനും പറയുന്നത് കേൾക്കണോ? പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ആദ്യ സഭയിലൊരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നേ, മറ്റൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ കാറ്റക്യൂമിന് ഒരുപാട് പേര് ഈശോയിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ചിലപ്പോൾ അത് പല പ്രായത്തിൽ വെച്ചായിരിക്കും അവർ മാമോസമൊക്കെ സ്വീകരിക്കുന്നത്. അത് പഠിച്ച് വളർന്നു വരുന്നിട്ട് ഒരു കാറ്റഗിസം പഠിച്ചിങ്ങ് വരുന്ന സമയമുണ്ട്. ആ നാളുകളിൽ ചില ആളുകൾ മരിച്ചു പോയിരുന്നു. പ്രശ്നം മരിച്ചു പോകുമ്പോഴത്തേക്കും മരിച്ചു കഴിഞ്ഞു പറഞ്ഞു. അപ്പോൾ മാമോസ സ്വീകരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ രക്തസാക്ഷിയായി കഴിഞ്ഞിരിക്കും. അങ്ങനെ പല സംഭവങ്ങളും. അപ്പോൾ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർ അത് ഓടിച്ച് നിന്നിട്ട് ഇവർക്ക് മാമോദിസ കൊടുക്കുമായിരുന്നു. പ്രശ്നം മാമോദിസ നടത്തുന്ന വെച്ചാൽ വെള്ളം ഒഴിക്കുക ജലം ഒഴിക്കുക അതല്ല, അതിനപ്പുറമാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. പ്രശ്നം പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഉയർപ്പുണ്ടാകണം. കാരണം ഉത്ഥിതനായ യേശുവിൻ്റെ ആത്മാവാണ് അപ്പോസ്തലന്മാരിൽ ഉണ്ടായത്. ആ രൂപി ഒരുവനിലേക്ക് വന്നാലേ നിന്റെ അച്ഛൻ പറഞ്ഞത് അവന് പുനരുത്ഥാനം ഉണ്ടാകുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അതായത് പുനരുത്ഥാനം നിത്യജീവിതം സ്വന്തമാക്കണമെങ്കിൽ
യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നില്, ഉത്ഥാനത്തിന്റെ ആത്മാവ് നിന്നെ നിറയണം. അതിന് യാതൊരു സംശയമില്ല. കൈയടിച്ച് കർത്താവ് പറഞ്ഞ ഉച്ചത്തില് 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം പറയണം, അന്നിങ്ങനെ മരിച്ചുപോയവർക്ക് വേണ്ടി പോലും ജ്ഞാനസ്നാനം കൊടുത്തിരുന്നു പറയുന്നുണ്ട്. ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം നൽകണം? ഞങ്ങൾ തന്നെയും എന്തിന് സദാസമയം അപകടത്തിന് അഭിമുഖീകരിക്കണം? സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. മാനുഷികമായി പറഞ്ഞാൽ എഫേസൂസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. എഫേസൂസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാൻ ഈ വചനം പലപ്പോഴും വന്യമൃഗം ഒരു മൃഗങ്ങളോടല്ലത്, അത്തരം ചിന്തകളോട്, അത്തരം ചിന്തകളോട്, അത്തരം പഠനങ്ങളോട്, അത്തരം പൈശാചികമായ പഠനങ്ങളോട് പോരാടിയതാണ് പൗലോസ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് 1 വർഷം മുമ്പ് ഞാൻ എഫെസസിൽ പോയായിരുന്നു. പലയിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടത്. എഫെസസിൽ ഇന്നലെ ഞാൻ പറഞ്ഞു. എഫെസസിൽ പോയപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമായിരുന്നു. അവിടുത്തെ എൻ്റെ ഒരു അച്ഛൻ, ഒരു പോളണ്ടുകാരൻ്റെ അച്ഛൻ, ശരിക്കും അച്ഛൻ അവിടെ ഈ മാതാവിൻ്റെ പള്ളിയിലെ മാത്രം ചാർജുള്ളൊരു അച്ഛനുണ്ട്. അച്ഛന് പറഞ്ഞു, ഡൊമിനിക് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ യു മസ്റ്റ് ഗോ ടു ദ പ്ലേസ്, ദ പോർട്ട് ഓഫ് എഫേസസ്, തുറമുഖം, എഫേസസ് തുറമുഖം ഒന്ന് കാണാൻ പോകണം. അതൊരു പൗലോസ്ലീഹായും പത്രോസ്ലീഹയും ഒക്കെ നടന്നു പോയിട്ടുള്ള സ്ഥലങ്ങളാണ്, പുണ്യപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. അതിൻ്റെ അതിന് ചുറ്റുമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ കാണുന്നല്ല അവർ. അപ്പം ഞാൻ അവിടം വരെ പോയി. പോകുന്ന വഴിക്ക് തന്നെ ഈ മാതാവിൻ്റെ അല്ലെങ്കിൽ യോഹന്നാൻ്റെ വീട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടത്ത് കയറുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ടർക്കിഷ് ഗവൺമെൻറ് ഇങ്ങനെ ആർക്കും പെർമിഷൻ കൊടുക്കുന്ന സംഭവമല്ല. ഒത്തിരി റെസ്ട്രിക്ഷൻസും ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലവും ഒരുപാട് സംഭവം കഴിഞ്ഞ് നമുക്കിനകത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അതിനകത്ത് കയറി. ഇതൊരു എപ്പോസിസ് പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുറമുഖമാണ്. നമ്മുടെ ഇപ്പോൾ കൊച്ചി തുറമുഖം എന്നൊക്കെ പറയുന്ന വലിയൊരു തുറമുഖം. ഇതിനേക്കാളൊക്കെ വലിയ തുറമുഖമായിരുന്ന സംഭവമാണ്. അവിടെ ഒരു ബിൽഡിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കും പണിയപ്പെട്ടത് BC 400-കളിലായിരിക്കും എന്നാണ് പറയുന്നത്. BC 400-കളിൽ പണിത എഫേസസ് തുറമുഖം മുഴുവൻ ഈ മാർബിളുകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ടത്. മനോഹരമായ കെട്ടിടങ്ങളും വലിയ വലിയ ഫ്ലാറ്റ് പോലത്തെ സംഭവം എല്ലാം ഉണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒറിജിനൽ സംഭവം അച്ഛൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ എഫേസസിലുണ്ടായിരുന്നു. അവിടെയുള്ളൊരു കെട്ടിടം, ഒരു കെട്ടിടം വെച്ച് പറയാൻ പറ്റില്ല, അത് തന്നെ എങ്ങനെ കെട്ടിടം എന്നങ്ങനെ പറയാൻ പറ്റും. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ചുറ്റളവിലുള്ളൊരു വലിയൊരു ബിൽഡിങ് പോലെയാണ് ഇത് പണിത്. ഒരു ബിൽഡിങ് പോലെയാണ് ഇതിങ്ങനെ പണിത് വെച്ചിരുന്നത് മുഴുവൻ. അങ്ങനെ മൊത്തം പണിത്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നതിൻ്റെ പൂർണ്ണ കുറവൊന്നുമില്ല, കുറേ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബാക്കി. അപ്പം ഈ പറയുന്ന ഈ സ്ഥലത്താണ് ഒരുപാട് തിന്മകൾ നടന്നിരുന്ന സ്ഥലമാണ്. പേഗണിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടാരൂപികളെ നേരിട്ട് ആരാധിച്ചു കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു, നേരിട്ട്. അപ്പോൾ അവിടെ ചില അർത്തമീസ് എന്നൊക്കെ പറയുന്ന ദേവൻ ഇങ്ങനെയോടൊക്കെ പ്രതിമകളും ടെമ്പിളുകളും അതുപോലത്തുള്ള ആരാധനാലയങ്ങളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ മുഴുവൻ ഈ മനുഷ്യക്കുരുതികൾ, മ്ലേച്ഛാചാരങ്ങൾ, വളരെ തിന്മ നിറഞ്ഞ ആചാരങ്ങളും കർമ്മങ്ങളും നടത്തിയ സ്ഥലമാണ്. അപ്പോൾ എഫേസസ് അവിടെ ചരിത്ര പുസ്തകത്തിൽ പറയുന്ന അവർ എഫേസസ് പോർട്ടിൽ, കടൽ തീരത്തിൽ കപ്പലിൽ ഇങ്ങനെ ആളുകളിങ്ങനെ വരും ഈ സ്ഥലത്തേക്ക് കാണാനും ആസ്വദിക്കാനുമായിട്ട്. വരുമ്പോഴേക്കും പോർട്ടിൽ നിന്നിറങ്ങി ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ടൗൺഷിപ്പിന് നടുവിലോട്ട് വരുന്ന ഒരു സ്ട്രീറ്റിൻ്റെ 2 വശങ്ങളും വേശ്യാലയങ്ങൾ, മൊത്തം വേശ്യാലയങ്ങൾ. അപ്പം അത് പരസ്യമായ വേശ്യകളുണ്ട്. അപ്പോൾ വരുന്നവർ തിന്മ ചെയ്യും. കാരണം ഈ തിന്മ ചെയ്തിട്ടാണ് ഇവർ ഈ ചില കർമ്മങ്ങളും പൂജകളൊക്കെ നടത്തുന്നത്. അങ്ങനെ വളരെ ഇവിടെ പ്രസംഗത്തിൽ പോലും പറയാൻ കൊള്ളില്ല. കാരണം എൻ്റെ ഹിസ്റ്ററിയുടെ പുസ്തകം ഇങ്ങനെ ഞാൻ കുറേ വായിക്കുമ്പോൾ പ്രത്യേക സംഭവമാണ് അത് മൊത്തം ഒഴിച്ച്. അപ്പം അങ്ങനെ ഒരു സ്ഥലമായിരുന്നത്. എന്നാൽ പിന്നീട് പറയുന്നൊരു ചരിത്രമുണ്ട്. അപ്പം ഇതിനകത്തൊരു വലിയൊരു ഗാലറി ഉണ്ട്, വലിയൊരു ഓഡിറ്റോറിയം. വലിയ ഗാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നതിൻ്റെ ഒരു 4 ഇരട്ടിയെങ്കിലും കാണും. ഒരു 50,000 പേരെ ഇതുപോലല്ല, വളരെ
നമുക്ക് വളരെ ശരിക്കും ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു പ്രോഗ്രാം നടത്താവുന്ന പോലത്തെ വലിയൊരു ഗ്യാലറി, അതിൻ്റെ അടിയിൽ വലിയൊരു സംഭവമാണ്. അവരൊക്കെ ഒരു പക്ഷേ അവർ പറയുന്ന ചില മൃഗവിനോദങ്ങൾ നടന്നിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കൊണ്ടൊന്ന് മൃഗങ്ങൾക്ക് കൊണ്ട് ഇട്ട് കൊടുക്കും. അപ്പം മൃഗങ്ങളുമായിട്ട് ഇവർ നടത്തുന്ന യുദ്ധങ്ങളും അതിൻ്റെ ഫലമായിട്ട് മൃഗങ്ങൾ നിങ്ങളെ കടിച്ച് കീറിക്കൊല്ലും. അങ്ങനെ കൊല്ലുമ്പോൾ മനുഷ്യനെ കൊല്ലുമ്പോൾ അതൊക്കെ എല്ലാവരും ആസ്വദിക്കും. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് വേറെ രീതിയിൽ നിന്ന് നമ്മുടെ എല്ലാ കുടുംബങ്ങളും നാടുകളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ വേറൊരുവൻ നശിക്കുന്നത് കാണുമ്പോൾ ആനന്ദിക്കുന്നവൻ ആരായാലും അവനിൽ ദുഷ്ടാരൂപി ഉണ്ടെന്നുള്ള കാര്യം യാതൊരു മാറ്റമില്ല. അപ്പോൾ അങ്ങനെ തിന്മ നിറഞ്ഞൊരു കൂടസ്ഥലം, അവിടുത്തെ തിന്മ. പിന്നെ ഒന്ന് മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, പൈശാചിക അങ്ങനെ മേഖല ഒരുപക്ഷെ ദുഷ്ടാരൂപികളെ ആരാധിക്കുന്ന സംഭവങ്ങൾ. ഇതിലൂടെയാണ് പൗലോസ് ശ്ലീഹ വന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, അപ്പോളോസ് വന്നിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഇവരെല്ലാം പീഡിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അവിടെ ഒരു ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനം പൊതുമണ്ഡപത്തിലേക്ക് പൗലോസ് ശ്ലീഹയെ വലിച്ചിഴച്ച് കയറ്റിക്കൊണ്ടുവന്നിട്ട് ഇവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു പ്രകാരത്തിൽ അവിടുന്ന് ഈ പൗലോസ് ശ്ലീഹയെ രക്ഷിച്ച് പിടിച്ചെടുത്തുകൊണ്ട് ഇവർ പോവുകയാണ്. പൗലോസ് ശ്ലീഹ ആ ജനത്തിന് നടുക്കുന്ന അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ സത്യദൈവത്തിലേക്ക് മടങ്ങി വരണം. സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. അപ്പോൾ ഇത് പലരുടെയും ബിസിനസ്സിനെ ബാധിച്ചു. കാരണം ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലം പറയുന്നുണ്ട്. ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ സകല തിന്മയും പബ്ലിക്കിൽ നടക്കുകയാണ്. മദ്യപാനവും മ്ലേച്ഛതയും തിന്മയും ആഘോഷവും പിന്നെ പാട്ടും കൂത്തും എല്ലാ പരിപാടിയാണ്. അപ്പോൾ അതിലൂടെ പൗലോസ് ചെയ്യരുത്. ശരിക്കും യോഹന്നാൻ അപ്പസ്തോലൻ പരിശുദ്ധ അമ്മയെ ജെറുസലേമിൽ നിന്ന് ഈ എഫേസൂസ് സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോരുന്നുണ്ട്. കണച്ചാൽ എഫേസൂസ് ലേശം കൂടി സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ് അപ്പസ്തോലന്മാരും മറ്റ് ശിഷ്യന്മാരും. അപ്പോൾ എല്ലാവരും കൂടി പരിശുദ്ധ അമ്മയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോരുന്നുണ്ട്. പക്ഷെ അമ്മ ഇതിനടുത്തെത്തുമ്പോഴേ പറയുന്നുണ്ട്, ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർ കഥ ഒരു 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 പാരമ്പര്യത്തിൽ പറയുകയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, ആ സ്ഥലത്തേക്ക് എനിക്ക് പോവുകയേ വേണ്ട, അപ്പോൾ അവിടെ പറ്റത്തില്ല, അതുകൊണ്ട് യോഹന്നാനെ എനിക്ക് വേറെ എന്തെങ്കിലും സൗകര്യം ഒരുക്കിത്തരും. അങ്ങനെ യോഹന്നാന് ഇവരെല്ലാവരും കൂടി പരിശുദ്ധ അമ്മ ഇവരെല്ലാവരും കൂടി താമസിക്കാൻ വേണ്ടി ആയിരിക്കാൻ വേണ്ടി ഒരു വീട് ക്രമീകരിക്കുന്നതായിട്ട് പറയും. അവിടെ നിന്ന് ഒരു 3-3.5-4 കിലോമീറ്റർ അപ്പുറത്തൊരു മലയുടെ മുകൾ വശം കൂട്ടി, മുകൾ വശം എന്ന് പറയുമ്പോൾ ഒരു ചായ്വ് കൂട്ടി. അവിടെയും കുറച്ച് ആളുകൾ എഫെസോഷ്യൻസ്, പക്ഷെ അവരെല്ലാം പരിശുദ്ധ അമ്മയെ ആ വീടിനെ വളരെ ഭക്തി ബഹുമാനത്തോടെ കണ്ടിരുന്നെന്നും അത് മുഴുവൻ അവിടെയുള്ള ക്രൈസ്തവരെല്ലാം ആ വീടിനോട് ചുറ്റിപ്പറ്റി വീടുകളൊക്കെ പണിത് കഴിഞ്ഞിരുന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ എൻ്റെ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ അവിടെ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ലക്ഷ്യം വെളിപ്പിച്ചു പറഞ്ഞു. അവിടെ മുഴുവൻ പൈശാചിക ശക്തികളുടെ ശരിക്കും ഈ എഫേസസ് 6:10-20 വരെയുള്ള വചനമുണ്ടല്ലോ, ആ വചനം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആഴത്തിൽ മനസ്സിലായത് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ്. എഫേസസ് 6:10-20 വചനം ഞാൻ വായിക്കാം, പറയാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. നമ്മളാരും മുട്ടുന്നത് ആളുകളോടല്ലെന്നാണ് പറയുന്നത്. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, ചുറ്റുപാടുകളോടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. അതാണ് ഈ സ്വർഗീയം വെച്ചാൽ സ്വർഗീയമായിട്ടുള്ള സ്ഥലമായിട്ടാണ് കണ്ടുകൊണ്ടാണ് ഈ തിന്മ. ഇതൊന്നും പേടിക്കേണ്ടത്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ് ഇത്തരം പാപപ്രവർത്തികളും കുടിയും വലിയും തിന്മയും ഈ മ്ലേച്ഛതയും ആഘോഷവും ഇതെല്ലാം സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അല്ലെ പിടിച്ചു നിൽക്കില്ല. കർത്താവിൻ്റെ ആയുധങ്ങൾ ധരിക്കാത്തവൻ പിടിച്ചു നിൽക്കില്ല, പിടിച്ചു നിൽക്കാൻ അവനാവില്ലത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും, ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങൾ അത് മുഴുവൻ പാലിക്കാൻ, വിശുദ്ധമായ കുടുംബജീവിതം,
മക്കളെ വിശുദ്ധരായിട്ട് ദൈവത്തിന് ദൈവഭയമുള്ളവരാക്കി വളർത്തുന്നു. മക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയൊക്കെ വളർത്തുന്നു. വിശുദ്ധരായ വൈദികരെ വീട്ടിൽ നിന്ന് വളർത്തിയെടുക്കുന്നു. വിശുദ്ധരായ സന്യസ്തരെ വീട്ടിൽ നിന്ന് വളർത്തിയെടുക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാൻ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി, സത്യമാരാ ജീസസ് ക്രൈസ്റ്റ്, അവനാണ് സത്യം. യേശു ക്രിസ്തുവാണ് സത്യം. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് അവൻ നമ്മുടെ നീതിയാണ്. ഈശോ മിശിഹായാണ് നമ്മുടെ നീതി, കരുണ. നീതിയുടെ കവചം ധരിച്ച് സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുകയും. സമാധാനം, അവൻ നമ്മുടെ സമാധാനമാണ്. നമ്മുടെ പാദങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം ഉണ്ടാകും, ശാന്തത ഉണ്ടാകണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി എല്ലാറ്റിലുപരിയായി ദുഷ്ടന്റെ കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കണം. വിശ്വാസത്തിൻ്റെ പരിചയം എന്താണ്? വിശ്വാസം യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തു കർത്താവാണ്. യോഹന്നാൻ 20:28 തോമാശ്ലീഹ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മത്തായിയുടെ സുവിശേഷം 16:16 പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പരിചയം എടുത്തു പിടിക്കണം. അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവം, അവനാണ് പാപപരിഹാര ബലി. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് ഒരേ ഒരു നാമേ നൽകപ്പെട്ടിട്ടുള്ളൂ, യേശു ക്രിസ്തു ആകുന്ന നാം. മനുഷ്യർ മുഴുവൻ രക്ഷപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നിത്യജീവൻ നേടിയെടുക്കുന്നത്. അത് അതേപടി ഉറച്ച് പിടിക്കണത്. ഇത് പിടിച്ചപ്പോൾ അവരെയൊക്കെ കൊല്ലാൻ തുടങ്ങിയത്. പൗലോസ്ലീഹായും പത്രോസ്ലീഹായും എന്തുകൊണ്ടാണ് വിശ്വാസം ഉപേക്ഷിക്കാഞ്ഞത്? വിശ്വാസം ഉപേക്ഷിച്ചാൽ പിന്നെ അവൻ്റെ ജീവിതത്തിന് പിന്നെ അർത്ഥമൊന്നുമില്ല. ജീവിതം നിരാശയിലേക്ക് പോകും, നാശത്തിലേക്ക് പോകും. കൈയടിച്ച് കർത്താവ് നന്ദി പറയാം. മക്കളെ പോരാ ഒറ്റ വിളിക്കുന്നേ. ഈശോയെ ഒന്ന് വിളിച്ചേ, നന്നായിട്ട് വിളിച്ചേ. പോരാ, ശബ്ദം ഉയർത്തി വിളിച്ചേ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അപ്പൊ വിശ്വാസത്തിന്റെ പരിചയം എടുക്കണം. പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കണം. തിരുസഭ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ്, അതിനെ വിശ്വസിക്കണം. സഭ തകർന്നേക്കരുത്. ഞാൻ പറയും, സഭയിൽ കുറവുകൾ വരുമ്പോഴും നമ്മൾ സഭയെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കെല്ലാം ഉണ്ടാകുന്നില്ല അപകടം, വിമർശനം കൂടുതലാണ്. അതുകൊണ്ട് ഈ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നേ. ആ അച്ഛന് വലിയൊരു വിഷണറി, വലിയൊരു വെളിപാടിൻ്റെ ഒരു വൈദികൻ, വിശുദ്ധനായ വൈദികൻ. പക്ഷേ പാദ്രോപ്പിയെ പോലെ കാണാവുന്ന വിശുദ്ധനായ വൈദികന്. വിശുദ്ധനായ വൈദികൻ ദൈവം ഒരുപാട് സംസാരം. അതിലൊരു അദ്ദേഹത്തോട് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, എഴുതിയ അദ്ദേഹത്തിന് കിട്ടിയ വെളിപാടെല്ലാം കൂടെ എഴുതിയൊരു പുസ്തകം. ആ പുസ്തകത്തിലും അദ്ദേഹം ചരിത്രത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സഭയിലേക്കൊരു ദുഷ്ടാരൂപി കടന്നു വരുന്നുണ്ട്. അത് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. സംശയങ്ങളുടെ അരൂപി വരുത്തിക്കും, ഭിന്നതയുടെ അരൂപി. നല്ല ഒരൊറ്റ കുടുംബമായിട്ട് പോയിക്കൊണ്ടിരുന്ന അപ്പോൾ ആ കുടുംബം തകർന്നു പോകുന്നൊരു സ്പിരിറ്റ്. അത് ആരിലൂടെ വേണമെങ്കിലും പ്രവർത്തിക്കും, ഏത് രീതിയിലും പ്രവർത്തിക്കും, ഏതടിയൊഴുക്കുകളും നടത്തും. അതൊരു ഈവിൾ സ്പിരിറ്റാണ്. ഞാൻ പറയും, ക്രിസ്തുവിൻ്റെ പൗലോസ്ലീഹ പത്രോസ്ലീഹ സഭയിലെ ദൈവമക്കളെ ആദ്യമസഭയിൽ നമുക്കറിയാം ബന്ധിച്ച് അവന് ജയിലിലടയ്ക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് വെച്ച കുതിരപ്പുറത്ത് വെച്ച് ദൈവത്തിൻ്റെ ശക്തി അവനെ താഴെയിടുന്നു. അവൻ കേൾക്കുന്നുണ്ട്, സൗൾ സൗൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? വൈ ഡു യു പെർസിക്യൂട്ട് മീ? സഭയെ, ദൈവജനത്തെ, കർത്താവിനെ, കുദാശകളെ, തിരുസഭയെ നേരിട്ടോ പരോക്ഷമായിട്ട് ഞാനായാലും നിങ്ങളായാലും ആരായാലും ചെയ്യുമ്പോൾ അത് വി ആർ ക്രൂസിഫൈങ് ഓർ പെർസിക്യൂട്ടിങ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വേറെ ആരുമല്ല വേദനിക്കപ്പെടുന്നത്. സഭ തകരുമ്പോൾ ഒത്തിരി പേര് ആനന്ദിക്കും കേട്ടോ,
ഒത്തിരി പേർക്ക് ആനന്ദ, ശത്രുക്കൾ ആഘോഷിക്കുക. എല്ലാവർക്കും കുറേ പേർക്ക് ആഘോഷം. അപ്പം ഈ ആഘോഷത്തിന് കൂട്ടുനിൽക്കരുത്. നമുക്ക് കരച്ചിലാണ് വരേണ്ടത്, പ്രാർത്ഥനയാണ് വേണ്ടത്. ദൈവജനം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഉണർന്നിരുന്നുള്ള പ്രാർത്ഥനയുടെ നാളുകളായിട്ട് മാറണം. ദൈവം തെരഞ്ഞെടുത്ത സഭ അതിനെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാത്തിനും മുകളിലൊരു ദൈവമുണ്ട്, അവൻ സംസാരിക്കട്ടെ, അവൻ ഇടപെടട്ടെ, അവന് വിട്ടുകൊടുക്കുക. അവനെന്തുകൊണ്ട് ഇടപെടാത്തത്? ഇടപെടേണ്ട സമയമായിട്ടില്ലായിരിക്കും. അവൻ ഇടപെടും. അല്ലെ പിന്നെന്തിനാ നമ്മൾ ഇടപെടുന്നത്? എന്തുകൊണ്ടാണ് അറിയാമോ? പലപ്പോഴും ദൈവമില്ല എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട്, ചിന്തയുള്ളതുകൊണ്ടാണ്. ദൈവം ഉള്ളതെന്നാണ് വിട്ടുകൊടുക്കും. ഇന്നല്ലേ നാളെ, അല്ല നാളെയല്ലേ നാളെ കഴിഞ്ഞ് ആ ദൈവം ഇടപെട്ടിരിക്കും. രണ്ട് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കണം. ക്രിസ്തു ഉത്തിതനായ യേശു. വേറെ ആരെയും നോക്കരുത്. നിങ്ങളൊരു വാക്ക് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒരാൾ വേദനിക്കുന്നുണ്ടോ നോക്കണം. യേശു ക്രിസ്തു. ഒരിക്കലെങ്കിൽ അങ്ങനെ ഒരു വേദന നമ്മൾ മൂലം ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണം, തിരുത്തണം, ജീവിതം മാറ്റണം. അല്ലെങ്കിൽ ഒരാളെ വേദനിക്കും, കർത്താവ് വേദനിക്കും. ഒറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ കുടുംബത്തിൽ നമ്മുടെ കർത്താവായ യേശു ഇരുന്ന് കരയുന്നുണ്ടോ നോക്കുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കേരള സഭയുടെ പല സ്ഥലത്തും പരിശുദ്ധ അമ്മയുടെ ചോരക്കണ്ണുനീരൊഴുകുന്നുണ്ട്. ലോകത്തെല്ലാം ഒഴുകിയിട്ടുണ്ടോ? ഒത്തിരി സ്ഥലത്ത് ഒഴുകിയിട്ടുണ്ട്. ഒരു സംഭവം ഞാനും കണ്ടിട്ടുണ്ട്. 15 അല്ല 2000 ശേഷം എനിക്ക് തോന്നുന്നു. അപ്പോൾ 10-15 വർഷം 10 മിനിറ്റ് ഒഴുകുന്നുണ്ട്. ശരിക്കും ദൈവം കരയുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. തമ്പുരാനെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക. വാക്കുകൊണ്ടോ വിചാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൈവകാര്യങ്ങൾ വിട്ടുകൊടുക്കുക. പ്രാർത്ഥിക്കാം. നമുക്ക് വേറൊന്നും ചിന്തിക്കരുത്. ക്രിസ്തു മുറിക്കപ്പെടരുത്. അവൻ്റെ ശരീരം ഈ തിരുവോസ്തി മുറിക്കുന്നു. അവൻ മുറിഞ്ഞത് നമ്മൾ മുറിയാതിരിക്കാൻ വേണ്ടിയാണ്. അവൻ ആ കുരിശെടുത്തത് നമ്മുടെ കുരിശെടുക്കാൻ വേണ്ടിയാണ്, നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവൻ കാൽവരി കുരിശിൽ അവൻ രക്തം ചിന്തി മരിച്ചു അല്ലേ? അവനെക്കുറിച്ച് പറയുന്നത് ഉഴുവുകാരൻ ഉഴുതിമറിക്കുന്നത് പോലെ അവന് ഉഴുതിമറിച്ചേ. ഇതുപോലെ നമ്മളൊക്കെ സഭയും ചിലപ്പോൾ ഉഴുതുമറിക്കും. പക്ഷേ സഭയല്ല മുറിവെക്കും. സഭയ്ക്ക് ആളല്ല. ഇവിടെ ആരെയും നോക്കരുത്. അരൂപേ പരിശുദ്ധാത്മാവൻ യേശുവിനെ നോക്കുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കരയണം, പ്രാർത്ഥിക്കണം, വാവിട്ട് കരയണം. ബൈബിളിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. ഞാൻ പലപ്പോഴൊക്കെ എൻ്റെ ഇടവക ജീവിതത്തിൽ ഞാൻ ദൈവജനത്ത് പറയും, നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യമാണ് എന്നോട് ചെയ്യേണ്ടത്. ഇടവയിൽ ചെല്ലുമ്പോൾ ഞാൻ 10 വർഷം ഇടവയിലിരുന്ന, അപ്പോൾ ഞാൻ ചെന്ന് കയറുമ്പോൾ ആദ്യത്തെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മിക്കവാറും ഞാൻ പറഞ്ഞു പോകുന്നത്, നിങ്ങളെന്നെ 3 കാര്യം സഹകരിക്കണം. ഒന്ന്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. അതായത് എൻ്റെ മരണം വരെ എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ അകന്നു പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വിളിയിൽ അവസാനം വരെ നിൽക്കാൻ, എന്ത് സഹനം വന്നാലും എൻ്റെ ഈശോയെ ഉപേക്ഷിച്ച് പോകാൻ. എന്തെല്ലാം നഷ്ടപ്പെട്ട പദവിയോ സ്ഥാനമാനോ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചങ്ക് തുറന്നു സ്നേഹിച്ച എൻ്റെ ഈശോയെ എനിക്കൊരിക്കലും നഷ്ടപ്പെടരുത്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വേറൊന്നും ആവശ്യമില്ല, വേറൊന്നും എനിക്ക് ആവശ്യമില്ല. വേറൊന്നിനും വേണ്ടി ഇന്ന് ഞാൻ തുറന്നു പറയാം, ഞാൻ ഈ ശുശ്രൂഷാ ജീവിതം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ആരോടും ഞാനൊന്നും ചോദിക്കാനും പോയിട്ടില്ല, ഒരു കാര്യത്തിനും പോയിട്ടുമില്ല. ആകെ ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഈശോയെ മാത്രം.